ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ പുതിയൊരു ട്രെയിലർ റിയാക്ഷനും അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഒപ്പീനിയനും കൂടി ഒരുമിച്ച് പറയാൻ പോവാണ്. ആൻഡ് നിങ്ങൾ ഈ വീഡിയോ നാക്ക് എന്ന കൂടെയാണ് ഇങ്ങനെ ഓക്കെ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കാരണം ഇതുപോലത്തെ വീഡിയോസ് പലതും വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ആരംഭിക്കുകയാണ്. ഓസ്ലർ വിച്ച് ഈസ് ഡയറക്റ്റഡ് ബൈ നൺ അതർ ദാൻ മാനുവൽ തോമസ്. മിഥുൻ മേനോനെ. ഈ ഡയറക്ടറിൻ്റെ പേര് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അഞ്ചാം പാതിര എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും. കാരണം അത് ഡയറക്റ്റ് ചെയ്ത അദ്ദേഹമാണ് ഇദ്ദേഹം. അപ്പോൾ ആ ഒരു നമ്പർ 1 കാരണത്താലാണ് ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നത് മക്കളെ. ഇത് കണ്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ 2024 വലിയ നഷ്ടമാണ്. കാരണം 2024 ഇറങ്ങാൻ പോകണം വൺ ഓഫ് ദ ബെസ്റ്റ് ക്രൈം ത്രില്ലർ തന്നെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഓസ്ലർ, അബ്രഹാം ഓസ്ലർ ഒഫീഷ്യൽ ട്രെയിലർ. മിഥുൻ, മാനുവൽ തോമസ്, ജയറാം, അനശ്വര രാജ് ഇതിലുണ്ട്. അനശ്വര രാജൻ ഇപ്പോൾ നല്ല കോളാണ്. പുള്ളിക്കാരി ഇപ്പോൾ എല്ലാ നല്ല സിനിമയിലുണ്ട്. മനസ്സിലായില്ല, നല്ലൊരു ആക്ട്രസ്സാണ്. അതുകൊണ്ടാണ് ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത്. വിത്ത് അർജുൻ അശോകൻ. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഒട്ടും വൈകേണ്ട നമ്മൾ ട്രെയിലറിൽ കിടക്കാം. അപ്പോൾ റെഡി, 1, 2, 3. നീ എവിടെയാണ് കറങ്ങി നടക്കുന്നത്? നിനക്കിരിക്കൊരു സ്ഥലം തന്നിട്ടില്ലേ? അവിടെ ഇരുന്നാ പോരെ. അറിയിപ്പിക്കണ്ട എന്നെ കൊണ്ടൊന്നും. എന്തിനാണ് സാറേ ഇവനൊക്കെ ഇങ്ങനെ കാശ് ചെലവാക്കി ഫുഡ് വാങ്ങി കൊടുക്കുന്നത്? ജയറാം ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നു. കാശ് നമ്മളൊക്കെ സാറ് വാങ്ങി തന്ന ഈ ഫുഡ് കഴിക്കുമ്പോ വിഷമമുണ്ട്. പക്ഷെ സാറ് മാസം കൊണ്ടുവന്നി ഹോട്ടൽ ഫുഡ് മാത്രമേ ഉള്ളൂ എനിക്ക് പുറം ലോകമായ ആക്കിയുള്ള ബന്ധം. ഞാനും താനുമെല്ലാം ഒരേ തൂവൽ പക്ഷികളാണല്ലോ. We are dead men walking, broken, cursed, forgotten. തന്റെ ഭൂതകാലവുമായി താൻ പൊരുത്തപ്പെട്ടാൽ മാത്രമേ തന്റെ ഈ ഉറക്കമില്ലായ്മയിൽ നിന്നും തനിക്കൊരു മോചനമുള്ളൂ. തന്റെ ഇൻസോമിനിയ ക്രോണിക് ആയിട്ടുണ്ട്. ഇപ്പോൾ താൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ വരെ തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് വൻതോതിൽ രക്തസ്രാവം വന്നുള്ള മരണം. It's a number 11 scalpel, both pointing and piercing. അയാൾക്ക് ആൾക്കാരെ നന്നായിട്ട് പേടിപ്പിക്കാറിയത്. ഒരുമാതിരി പ്രേതങ്ങളുടെ ശബ്ദം പോലെ. Kind of strange, അല്ലേ? Anything can happen to anyone, anytime. ജഗദീഷ് ചേട്ടൻ ജീവിച്ചു മതിയായ ഒരു മനുഷ്യനെ നമ്മളിനി എന്തു പറഞ്ഞ് ഭയപ്പെടുത്താൻ? അയാളുടെ കണ്ണുകളിലുണ്ടല്ല. I think you deserve to know. ദൈവമല്ല, എന്നേ കൈവിട്ടവരാണ് നമ്മൾ. നരകങ്ങളുടെ ആഴക്കയങ്ങൾക്ക് പോലും വേണ്ടാത്തവർ. നമ്മുടെ ശാപമോക്ഷത്തിനായി ഒടുക്കം ചെകുത്താൻ തന്നെ നേരിട്ട് ഇറങ്ങിയാലോ ഓസ്ലർ? അയാളുടെ കയ്യിലുണ്ടെങ്കിലോ ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്. ഒരു മിനിറ്റ്. ഓക്കെ ഞാൻ അവസാനം ഞാൻ പറയാം. എന്തായാലും ഇത് സംഭവം അടിപൊളിയായിട്ടല്ലോ. ഓക്കെ, അപ്പോൾ ട്രെയിലർ ഇങ്ങനെ ഞാനതിൽ അവസാനം കണ്ട മമ്മൂക്കയുടെ ശബ്ദമാണോ? മമ്മൂക്കതിലുണ്ടെന്ന് ഞാൻ കേട്ടു. സത്യം പറഞ്ഞാൽ മമ്മൂക്കതിലുണ്ടെന്ന് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മമ്മൂക്കതിലുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഈ സാധനം തുറന്നു നോക്കിയപ്പോൾ മമ്മൂക്കയുടെ കുറേ പടം തമിഴിൽ ഞാൻ കണ്ടു. മമ്മൂക്കയാണോ വില്ലൻ? ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഓൾട്ടർനേറ്റീവ് എന്തോ പറഞ്ഞോ ഇല്ലേ? ഞാൻ ഡബിൾ ചെക്ക് ചെയ്തിട്ട് ഞാൻ എന്തായാലും അറിയിക്കാം. ഓ മൈ ഗോഡ്, മമ്മൂക്ക, ജയറാം, സിദ്ദിഖിക്ക, ജഗദീഷ് ഏട്ടൻ, എൻ്റെ പൊന്നോ എന്തൊരാൾക്ക്. അനശ്വര, അർജുൻ അശോകൻ, ത്രില്ലർ എന്ന സിനിമ. സോ ഒരു കാര്യം മനസ്സിലായി, ഈ സിനിമയിൽ നിങ്ങൾ പല ഫ്ലാഷ് ബാക്ക് കാണാൻ ഇടയാകും. ചിലപ്പോൾ ജയറാം ഒരു റിട്ടയർഡ് പോലീസ്മാനോ അല്ലെങ്കിൽ ഫോറൻസിക് പുള്ളിക്കാരൻ, ബേസിക്കലി എ ഗായ് ഹു ഡീൽസ് വിത്ത് ക്രൈം ആണ്, ഹു ഹാസ് ഇൻസോമേനിയ വിത്ത് സം റിലേറ്റിംഗ് ടു ഹിസ് പാസ്റ്റ്. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ എന്തോ ട്രോമയായിട്ട് ബന്ധപ്പെട്ട് ആണ് പുള്ളിക്കാരൻ ഉറക്കമില്ല, ഹാലുസിനേറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റേജ് എത്തി.
അപ്പോൾ സിദ്ദിഖൊക്കെ അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു ത്രില്ലർ സംഭവമാണ് നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യേണ്ടത്. നിങ്ങളെന്തായാലും എത്രമാത്രം ഹൈപ്പ് അടിക്കണമെന്ന് എനിക്കറിയില്ല. ഐ എം പ്രിറ്റി മച്ച് ഹൈപ്ഡ്. ഞാൻ പറഞ്ഞല്ലോ, പല കാരണങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഒന്നാമത്തെ ഡയറക്ടർ മിഥുൻ മാനുവൽ തോമസിൻ്റെ മൂവീസ് എന്ന് പറഞ്ഞാൽ ഈസ് വൺ ഓഫ് എ കൈൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവി മസ്റ്റ് വാച്ച് ആയിരിക്കും തന്നെ ഞാൻ പറയുന്നു. ഹൈപ്പ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ്റെ മൂവിയുടെ കുറച്ച് അപ്ഡേറ്റ്സ് ഞാൻ ഇടുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ അത് മറക്കാതെ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക, മലൈക്കോട്ടെ വാലിബനും. പിന്നെ നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ പണ്ടത്തെ വീഡിയോസ് റീ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ മമ്മൂക്ക അതിനകത്ത് എങ്ങനെയാണ് ഒരു റിക്വസ്റ്റ് ഉള്ളൂ. കിങ് ഓഫ് കൊത്തയിൽ കാണിച്ച പോലെ മോഹൻലാൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കൊണ്ട് മോഹൻലാലിൻ്റെ ഒരു വോയിസ് ഓവർ വെക്കരുത്. എനിക്ക് അത്ര പറയാനുള്ളൂ. വോയിസ് ഓവർ മനസ്സിലായല്ലോ എന്താന്ന്? ഈ ഒരു കഥയ്ക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കും, അത് വേണ്ട. ആ പരിപാടി വേണ്ടേ വേണ്ട. നേരെ വണ്ണം സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പുള്ളിക്കാരൻ ഒരു ക്യാമിയോ റോൾ കൊടുക്കുക. അപ്പോൾ എന്തായാലും ബൈ ബൈ.